ബിരിയാണി മസാല നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ജാതിക്ക, ബഡ ഇലാച്ചി, സാദാ നമ്മുടെ ഗ്രീൻ ഇലാച്ചി, ഗോൾ മിർച്ച്, ഗ്രാമ്പു, ദാൽച്ചിനി, സ്റ്റാർ അനൈസ്, മെയ്സ് ഈ 8 ഐറ്റവും എടുത്ത് വെച്ചതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് കടായി വെച്ച് ആദ്യം ജാതിക്ക തല്ലി പൊട്ടിച്ചിട്ട് ബാക്കി 7 സംഭവവും അതിനകത്തേക്കിട്ട് നമുക്കിതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. തീ കുറച്ചിട്ട് തന്നെ നമുക്കിത് ഇങ്ങനെ ചെറുതായിട്ട് ചൂടാക്കി എടുക്കാമേ, ഇളക്കി കൊടുക്കാം നമുക്കൊന്ന്. ഇനി നമുക്കിതിലിടേണ്ടത് ബ്ലാക്ക് ക്യുമിൻ സീഡില്ലേ, റോയൽ ജീര, ഷാജീര ഹിന്ദിയിൽ പറയും. അങ്ങനെ കുറേ പേരുകളുണ്ട് അതിന്. ബിരിയാണിയിൽ ഏറ്റവും മസ്റ്റായിട്ടുള്ള ബിരിയാണി മസാലയിൽ വേണ്ടുന്ന ഒരു സംഭവമാണിത്. ഇതൊരു 50 ഗ്രാം നമുക്കിടാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സോംഫ്, പെരിഞ്ജീരകമല്ലേ, അതും കൂടെ ഒരു 50 ഗ്രാം ഇടാമേ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ബേ ലീവ്സ് ഉണ്ടെങ്കിൽ ഒരു 4-5 ബേ ലീവ്സ് കൂടെ, ഉണങ്ങിയത് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, തേജ്പത്തി എന്ന് ഹിന്ദിയിൽ പറയും, അതും കൂടെ നമുക്ക് ഇട്ടൊന്ന് ഒരു 4-5 എണ്ണം ഇട്ട് ഒന്ന് ഇളക്കി വെച്ച് എല്ലാം ബേ ലീവ്സും എല്ലാം ഒന്ന് നന്നായിട്ട് നമുക്ക് ചൂടാകണം, നന്നായിട്ട് ഡ്രൈ ആവണം. നമുക്കിത് പൊടിക്കുമ്പം എപ്പോഴും ഞാൻ പറയും മസാല എല്ലാം പൊടിക്കുമ്പോൾ ഒരു തരിതരിപ്പോടെ പൊടിച്ച് വെക്കണം, അല്ലെ പെട്ടെന്ന് കട്ട പിടിക്കും. അതുപോലെ നമ്മളിത് പൊടിച്ച് കഴിഞ്ഞാലും ബോട്ടിലിട്ട് വയ്ക്കുമ്പോൾ ഒരു കുഞ്ഞ് ടിഷ്യൂ പേപ്പറിൻ്റെ കഷ്ണം കൂടി ഇട്ടാൽ കട്ട പിടിക്കാതെയും ഫംഗസ് പിടിക്കാതെയും അതിനകത്ത് ഈർപ്പം നിൽക്കാതെയും ഒക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് വെക്കണം. ഞാൻ മുമ്പും ഗരം മസാല ചെയ്തപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ 15 ഇൻഗ്രീഡിയൻസ് ആയതിന് വേണ്ടുന്നത് നമ്മളിപ്പം 11 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടായി നന്നായിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയുമോ, ഞാനൊരു പേപ്പർ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കിത് നിരത്തി ഒന്ന് ഇടാം. നിരത്തി ഇട്ടിട്ട് അതൊന്ന് ആറി കിട്ടാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാമേ. ഇത് നിരത്തി ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് ഇനി ചൂടാറുന്നത് വരെ നമുക്കത് വെച്ചിട്ട് നമുക്ക് അടുത്തത് ഇതെല്ലാം പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ നമുക്ക് പൊടിക്കുന്ന ജാർ എടുക്കാമേ. ആ ജാറിലേക്ക് നമുക്കിനി വേണ്ടുന്നത് കശ്മീരി ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ, ടർമറിക് പൗഡർ, ക്യുമിൻ ഇല്ലേ നമ്മുടെ നല്ല ജീര, അതിൻ്റെ പൗഡർ, ഇത്ര ഈ 2 സ്പൂൺ വീതം ഇടണം. എല്ലാം 2 സ്പൂൺ വീതം ഇടണം. അത് നമ്മൾ ഇതെല്ലാം ഉണ്ടല്ലോ ഗോട്ടായിട്ടുള്ളത് മറ്റേ നമ്മൾ ചൂടാക്കി വെച്ചതിൻ്റെ കൂടെ ചൂടാക്കി ഒന്നിച്ച് വേണമെങ്കിലും പൊടിക്കാം. ഇതെല്ലാം ഒരു 5 ഗ്രാം എടുത്താൽ മതി അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാനിതെല്ലാം സ്വന്തമായിട്ട് വീട്ടിൽ പൊടിച്ചതായതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് പൗഡർ അങ്ങിടുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ ബാക്കി നമ്മൾ ഇതും കൂടെ ചേർത്തിട്ട് ഒന്നിച്ച് നമുക്കിനി പൊടിച്ചെടുക്കാം. ഇതിൽ കശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് കളറിന് വേണ്ടി മാത്രമാണ്. കശ്മീരി ചില്ലി പൗഡറും ടർമറിക്കും രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഒരു ഓറഞ്ച് കളർ നമ്മുടെ റൈസിനിടയ്ക്കിട്ട് കൊടുക്കുമ്പോൾ റൈസേലുണ്ടാവും. ഇപ്പോൾ തന്നെ ഈ പൗഡർ ഞാൻ പൊടിച്ചെടുത്തിട്ട് അതിനകത്ത് നോക്കിക്കേ, അതിനകത്തൊരു കളർ കണ്ടോ. നമ്മൾ സാധാരണ ഗരം മസാല പൊടിക്കുമ്പോൾ വേറൊരു കളറല്ലേ വരുന്നത്. ഇതിനി നമ്മൾ റൈസിനിടയ്ക്ക് എങ്ങനെയാണ് ഇടുന്നതെന്ന് ചോദിച്ചാൽ, ഇടയ്ക്ക് നമ്മൾ ലെയർ ഇങ്ങനെ റൈസ് ഇടും, ഓണിയൻ ഇടും, പിന്നെ നമ്മൾ ഗ്രേവി ഇടും, അങ്ങനെ ലെയർ ഇട്ട് പോകുമ്പോൾ 1 കിലോ റൈസിൻ്റെ നമ്മൾ ചെയ്യുമ്പം അതിന് 1-2 എടുത്തായിട്ട് ലെയർ ചെയ്യുമ്പം ലെയറിനിടയ്ക്ക് 1-2 ഭാഗത്തായിട്ട് മാത്രം ഒരു സ്പൂൺ അല്ലെങ്കിൽ 1.25 സ്പൂണിനകത്തുള്ള പൗഡർ മാത്രം 2 എടുത്തും കൂടി ഇടുന്നത് അത്രയുമേ ഇട്ടാൽ മതി. ഇത് അത്രയും മാത്രം ഇടുമ്പോൾ തന്നെ ബിരിയാണിയുടെ അസൽ മണമായിരിക്കും പിന്നെ നമ്മൾ ചോറ് വിളമ്പുമ്പം കിട്ടുന്നത്. ഇത് കറക്റ്റ് ഭയങ്കരമായിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തു വയ്ക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്കറിയാം, എനിക്കിവിടെ സ്ഥിരമായിട്ട് എങ്ങനെയായാലും നമ്മൾ ആഴ്ച ഒരിക്കലല്ലേ മാസത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കത്തില്ല ബിരിയാണി. ഏത് ബിരിയാണിയും, ഫിഷ് ബിരിയാണി ആകട്ടെ, ബീഫ് ബിരിയാണി ആകട്ടെ, അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി, ഏത് ബിരിയാണിക്കും ഈ ഒരൊറ്റ മസാല മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ.